friends, welcome to Happy Bits TV. സുഖല്ലേ എല്ലാവർക്കും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വിഷു ഒക്കെ വരുന്നുണ്ട് അല്ലേ? അടിപൊളി വിഷു അല്ലേ? അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് ഒരുങ്ങാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഒരുങ്ങുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ മിൽക്കില്ലേ, മിൽക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് തുടച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ചെയ്യണത് നമ്മള് വൈപ്സില്ലേ, ജസ്റ്റ് വൈപ്സ് എടുത്തിട്ട് തുടയ്ക്കാണ്. അപ്പോ എന്റെ കണ്ണ് ലൈറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ പ്രൈമർ യൂസ് ചെയ്യുന്നില്ല, പകരം ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് പുറത്തു പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൈമർ എന്തായാലും യൂസ് ചെയ്യാം. അപ്പൊ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത് ബാത്ത് ആൻഡ് ബോഡിയുടെ തന്നെ കണ്ട ഫോക്കോഷിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് നമ്മളിപ്പോ മോയ്സ്ചറൈസിങ് ലോഷനായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇപ്പൊ പുറത്തൊക്കെ നമ്മളൊരു ഫംഗ്ഷൻ ആണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രൈമർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് എന്തായാലും ലാസ്റ്റ് ചെയ്യും. കണ്ണടിയിൽ കറുപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസീലർ യൂസ് ചെയ്യാം. ഞാനിപ്പോ സ്റ്റാർസിന്റെ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ഇപ്പൊ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഉണ്ട്. നമുക്ക് ഏതാണെന്നുണ്ടെങ്കിലും ഇപ്പൊ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ഏതാണെങ്കിലും ഇതിപ്പോ രണ്ടും ഓൾമോസ്റ്റ് ഒരേ ഷെയ്ഡ് തന്നെയാണ്. ഡാർക്ക് ആയിട്ടുള്ള എവിടെയെങ്കിലും ഷെയ്ഡ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പം ജസ്റ്റ് ഒന്ന് കുത്തുപോലെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ലോറിയലിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. 220 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കോമ്പാക്റ്റിൻ്റെ പോലും ആവശ്യമില്ല, അത്ര നല്ല ഫൗണ്ടേഷനാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫൗണ്ടേഷനാണിത്. നന്നായിട്ട് ഫിനിഷിങ് ഉണ്ടാവും. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ചെവിയിലും കഴുത്തിലും കൂടെ നമ്മൾ ഇടാൻ മറക്കരുത്. സാരിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കഴുത്തിൽ എന്തായാലും ഇടണം. ബാക്ക് സൈഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് വേറെ വേറെ കളർ ഇരിക്കും. അതിനുശേഷം ഞാനൊരു ഐ ഷാഡോ ഉപയോഗിച്ചിട്ട് എൻ്റെ കണ്ണിൽ ഫസ്റ്റ് നമുക്കിഷ്ടമുള്ള ഒരു ഷെയ്ഡ്, ഇപ്പോൾ പിങ്ക് ആകുമ്പോൾ എല്ലാ കളറിനോടും സ്യൂട്ടാവുന്ന ഒരു കളറാണ്. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പിങ്ക് ആദ്യം ഞാൻ ഫസ്റ്റിൽ ലെയറിൽ ഞാനൊരു പിങ്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യണേ. ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ മിഡിൽ പോർഷനിൽ യെല്ലോ കളറ്, നമ്മളുടെ കൺപോള കൂടി ചേരുന്ന ആ ഭാഗമില്ലേ, ആ ഭാഗത്ത് യെല്ലോ കളർ. ഇതൊരു ചെറിയ ഷിമ്മറി ടൈപ്പാണ്. അതിന് ശേഷം നമ്മളുടെ പുരികത്തിന് തൊട്ട് താഴെ വൈറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അത് എടുത്ത് കാണിക്കുകയും ചെയ്യും. അതിന് ശേഷം മിഡിൽ പോർഷനിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, സിൽവർ കളറ്. അതിന് ശേഷം ഒരു വാട്ടർ പ്രൂഫ് ജെൽ ഐലൈനർ കൊണ്ട് കണ്ണെഴുതാൻ പോവുകയാണ്. നന്നായിട്ട് കണ്ണെഴുതണം. നമ്മൾ സാരി കൊടുക്കുമ്പോൾ താഴെയും മുകളിലും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. താഴെ മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ കണ്ണ് ചെറുതായിട്ട് തോന്നും. ഇപ്പോൾ രണ്ട് സൈഡിലും എഴുതിയാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ചെറിയൊരു വാലും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം താഴെ എഴുതിയിട്ട് നമുക്ക് കണ്ണ് നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. എത്ര സിമ്പിൾ മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ണ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഭംഗിയായിട്ടിരിക്കും. അതിന് ശേഷം പ്രസ്റ്റീജിൻ്റെ മസ്കാര ഉപയോഗിച്ചിട്ട് നല്ലതാണ് കേട്ടോ. നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ടത്, ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. നന്നായിട്ടിരിക്കും. പിരിക നല്ല എടുത്ത് കാണിക്കുകയും ചെയ്യും, വളരെ നല്ലതാണ്. അതിന് ശേഷം കളർ ബാറിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ ബ്രൗൺ എടുത്തിട്ട് നമ്മളുടെ പിരിക ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം അതുകൊണ്ട് തന്നെ ഒരു ബ്രോൺസർ യൂസ് ചെയ്യുന്നതിന് പകരം ഈ പെൻസിൽ കൊണ്ട് തന്നെ ഒന്ന് നമ്മളത് ഫേസ് ഒന്ന് കോൺട്ര ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നോസിൻ്റെ സൈഡും. അതിന് ശേഷം നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുകയാണ്, ലൈറ്റ് പിങ്ക് കളറ്. അതിന് ശേഷം കോമ്പാക്റ്റ് കൊണ്ട് നമ്മൾ മേക്കപ്പ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഇലുമിനേറ്റർ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നോസിൻ്റെ ഏരിയ
ലിപ്സിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗം. ഇതൊക്കെ നമ്മളുടെ ഐഡിയ പോലെയാണ് കേട്ടോ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഐഡിയ ഉണ്ടാവില്ലേ, ആ ഒരു ഐഡിയ പോലെയാണ് നമ്മൾ ചെയ്യണത്. ഒരു ചിത്രം വരയ്ക്കണ പോലെയാണ് മേക്കപ്പ് എന്ന് പറയുക. അതിന് ശേഷം നമുക്കിനി ലിപ്സ്റ്റിക്കാണ് ഇടേണ്ടത്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ നല്ല പിങ്ക് കളറുള്ള ലിപ്സ്റ്റിക് ഉണ്ട്. അതുപോലെ തന്നെ ലോറിയലിൻ്റെ ഒരു റെഡ് കളറ്. ഞാൻ ആദ്യം ലോറിയലിൻ്റെ ജസ്റ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം പിങ്ക് കളർ കൊണ്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. റെഡ് നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഹെവി ലുക്ക് തോന്നും. ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാനായിട്ട് പിങ്ക് ആകുമ്പോൾ ലൈറ്റായിട്ട് നിൽക്കും, നല്ല ഭംഗിയായിട്ടും ഇരിക്കും. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കോമ്പാക്റ്റ് യൂസ് ചെയ്യാം. കോമ്പാക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിലും നല്ല ഫിനിഷിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ സാരി, വളരെ സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ് ഇവിടെ യൂസ് ചെയ്യണത്. നമ്മുടെ സെറ്റ് സാരിൻ്റെ ഒരു ഗോൾഡൻ കളറിനൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ളൊരു കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ ബ്ലാക്ക് മെറ്റലും വൈറ്റ് മെറ്റലും ചേർന്ന് ബാംഗിൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു വാച്ച് നമ്മൾ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു സിൽവറും ബ്ലാക്കും കൂടി ചേർന്ന വാച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ത്രെഡിൻ്റെ ഉള്ള ഒരു ഇതുപോലത്തെ ഒരു ചെയിനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളൊരു ലുക്കായിരിക്കും, എന്നാൽ വളരെയധികം എന്താ പറയുക, നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി നമുക്ക് അടുത്തത് നമ്മളുടെ ഇയറിങ്സ് ആണ്. അതും ഒരു സിൽവർ കളർ തന്നെയാണ്, ഒരു ബ്ലാക്ക് മെറ്റലും കൂടെ ചേർന്നിട്ടുള്ളൊരു ഫിനിഷിംഗ് ആണിത്. അങ്ങനത്തെ തന്നെ ഒരു ജുംക്കയാണ് ഇവിടെ യൂസ് ചെയ്യണത്. പൊട്ട് നമുക്കൊന്നെങ്കിൽ ബ്ലാക്കിൻ്റെ വലുത് വെക്കാം. ഇപ്പോൾ ഞാനൊരു സ്റ്റോണിൻ്റെയാണ് യൂസ് ചെയ്യണത്. ഹെയർ നമുക്ക് ഒന്നെങ്കിൽ അഴിച്ചിടാം, എന്നാലും ഒരു നാച്ചുറൽ ലുക്കായിരിക്കും, നല്ലൊരു ഹെവി ലുക്ക് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മച്ചിക്കെട്ട് പോലെ നമുക്കൊന്ന് കെട്ടി വയ്ക്കാം. കെട്ടി വെച്ചതിന് ശേഷം നമുക്കൊന്നെങ്കിൽ മുല്ലപ്പൂ ആണെന്നുണ്ടെങ്കിൽ പുറകിൽ വയ്ക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് നമ്മളുടെ ഒരു ബീഡ്സ് കൊണ്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒന്ന് കൊണ്ട് തന്നെ ഹെയർ ഒന്ന് അറേഞ്ച് ചെയ്യാണ്. സിമ്പിളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലുക്ക് സെലക്ട് ചെയ്തത്. ഒരു ഫങ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും സിമ്പിളായിട്ടിരിക്കും, എന്നാൽ നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ടൊക്കെ സിമ്പിളായിട്ട് ഈ ഒരു ലുക്ക് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ഫങ്ഷന് നമ്മളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും കുറച്ച് വലിയ ആർഭാടമൊന്നും ഇല്ലാത്ത ഫങ്ഷനൊക്കെ നമ്മൾ ഒന്ന് തിളങ്ങാനായിട്ട് ഇത് അടിപൊളിയായിരിക്കും. ഇതാണൊരു ഫുൾ ലുക്ക്. ഇപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ കോറിഡോറാണ്, പക്ഷേ ലൈറ്റ് ഇച്ചിരി കുറവാണ് കേട്ടോ. ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയണത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം. വളരെ സിമ്പിളാണ്, ഒരുപാട് ആർഭാടങ്ങളും ഒന്നുമില്ലാത്ത ഒരു ലുക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കും അങ്ങനെ തന്നെ ഫീലായി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു സെറ്റും മുണ്ടും അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസും ഒക്കെ എനിക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യണ ഒരു ലുക്കാണിത്. ഞാനിത് റിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബ്ലാക്ക് മെറ്റലോ സ്റ്റോൺ വർക്കൊക്കെ ചേർന്ന് നമുക്ക് യൂസ് ചെയ്തതിൻ്റെ കൂടെ ഒരു ചന്ദനക്കുറി ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കണം. നിങ്ങൾക്ക് ഹെയർ ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം കേട്ടോ. അഴിച്ചിട്ടാലും ഈ ലുക്കിന് വളരെ ഭംഗിയായിരിക്കും. ഇതുപോലെ വട്ടപ്പൊട്ട് തൊട്ടാലും ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വിഷു ഒക്കെ എന്തായാലും അടിച്ച് പൊളിക്കും കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.